ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ നമുക്കിന്ന് നല്ല നാടൻ കുഞ്ഞമത്തി കിട്ടിയിട്ടുണ്ട്. 1/2 കിലോ വാങ്ങിച്ച് നമുക്കതൊന്നും വിളകിട്ടെടുക്കാം. അപ്പോൾ അതിനു വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം, അതായത് വലിയ ജീരകം, 6 അല്ലി വെളുത്തുള്ളി, ഒരു ലേശം വലുപ്പമുള്ള വെളുത്തുള്ളിയാണ്. ചെറിയ അല്ലിയാണെങ്കിൽ ഒരു 8 അല്ലി വരെ എടുക്കാം. ഒരു ചെറിയ തക്കാളി, 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും. അപ്പോൾ മുളക് പൊടിയുടെ അളവ് പറയാത്തത്, ഓരോ മുളക് പൊടിക്ക് എരിവിനനുസരിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ നമ്മുടെ കറിക്ക് ഒന്നും കൂടെ കുറുക്കം കിട്ടും, മുളക് പൊടി അധികം ചേർക്കേണ്ടിയും വരും. ഇനി ഞാൻ വെള്ളത്തിന് പകരം ഇവിടെ പുളി എന്തായാലും നമുക്ക് കറിയിലേക്ക് വേണം, അത് കണക്കാക്കിയിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് മിക്സിയുടെ ജാറിൽ അരച്ചെടുത്ത് വരാം. ഇനി ഒരു ചട്ടിയിലേക്ക് ചെറിയ കഷ്ണം സവാള, ഒരു വലിയ സവാളയുടെ പകുതി ഭാഗം, അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒരു മുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 2-3 പച്ചമുളകും വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തിട്ടുള്ള തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൻ്റെ കൂട്ടും കൂടെ നമ്മൾ ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള പുളിയിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം, പുളിയും ഉപ്പുമൊക്കെ പാകാക്കിയെടുക്കാം. ഇനി നമ്മുടെ കറി തിളച്ചതിന് ശേഷമാണെങ്കിൽ മീൻ ഇട്ട് കൊടുക്കുക, അതിന് മുന്നേ ആണെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇപ്രാവശ്യം ഞാൻ കറി തിളക്കുന്നതിൻ്റെ മുന്നേ തന്നെ മസാല എല്ലാം കുറുക്കി തീ കത്തിക്കൽ കഴിഞ്ഞ് ഏകദേശം ഒരു ചൂട് ചട്ടിക്ക് കയറി വരുന്ന ആ സമയത്താണ് ഞാനിവിടെ നമ്മുടെ മത്തി ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു മൂടി കൊണ്ട് ചെറുതായി ഒന്ന് ചെരിച്ച് വെച്ച് മൂടി വെച്ച് കൊടുക്കാം. പകുതി ഭാഗം ചെരിച്ച് ഇതുപോലെ പുറത്തും പകുതി ഭാഗത്തുമായിട്ട് വെക്കുന്നതിനാണ് ചെരിച്ച് മൂടി വെച്ച് കൊടുത്തതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മത്തിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്, മീൻ പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തതാണ്. ഇനി നന്നായി തീ ചുരുക്കി വെച്ചിട്ട് ഒന്നും കൂടെ മീനൊന്ന് വെന്ത് വരാനും കറിക്കൊന്ന് കുറുക്കം വരുന്നത് വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഉപ്പും പുളിയൊക്കെ പാകാണ്. നമ്മുടെ കറി ഇവിടെ തയ്യാറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യുക. കൂടെ തന്നെ 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2 തണ്ട് വേപ്പിലയും കൂടെ ചേർത്ത് അടച്ചു മൂടി വെക്കാം. എന്നിട്ട് നമുക്ക് കറി വിളമ്പുന്ന നേരത്ത് തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള മത്തിക്കറി ഇവിടെ തയ്യാറാണ്. പ്രത്യേകിച്ച് മത്തിക്കറിയൊക്കെ തലേ ദിവസം വെച്ചിട്ട് എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയ നല്ലൊരു വീഡിയോ വരുന്നതിനേക്കും എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.